വളരെ ദുഃഖകരമായ വാർത്തയാണ് ഈ സായാഹ്നത്തിൽ വരുന്നത്. കെനിയയിൽ വാഹനാപകടത്തിൽ 5 മലയാളികൾ മരിച്ചു. ഖത്തറിൽ നിന്ന് വിനോദസഞ്ചാരത്തിന് പോയ ബസ്സാണ് കെനിയയിൽ അപകടത്തിൽപ്പെട്ടത്. 28 പേർക്ക് പരിക്കേറ്റു. 32 പേർ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. മഴയിൽ നനഞ്ഞ റോഡിൽ നിന്നും തെന്നിമാറി മരത്തിലിടിച്ച് ബസ് മറിയുകയായിരുന്നു. നെയ്റോബിയിലെയും ഖത്തറിലെയും ഇന്ത്യൻ എംബസികൾ ഭാരതീയ പ്രവാസി സംഘടനകളുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിച്ചതായി അറിയിച്ചു. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുകയാണ്. ഐസൺ, അതീവ ദുഃഖകരമായ വാർത്തയാണ് പുറത്തുവരുന്നത്. ഈ ബസ്സിലുണ്ടായിരുന്നവരെല്ലാം മലയാളികളാണ് എന്നതാണ് വിവരം. 5 പേർ മരിച്ചിരിക്കുന്നു. വിവരങ്ങൾ നീലിമ, കെനിയയിലെ ഞാഹുറുറു നഗരത്തിലൂടെ യാത്ര ചെയ്യവെയാണ് ഈ അപകടമുണ്ടായത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ നീലിമ സൂചിപ്പിച്ചതുപോലെ ബസ്സിൽ 32 പേരുണ്ടായിരുന്നു. അതിൽ 28 പേർ ഭാരതീയരായിരുന്നു. പിന്നെ ബാക്കിയുള്ളവർ ബസ്സിൻ്റെ ഡ്രൈവറും ഗൈഡുമൊക്കെ ആയിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ 28 പേരിൽ 5 പേർ മലയാളികൾ, മരിച്ച 5 മലയാളികളാണ് മരിച്ചത് എന്നാണ് വിവരം വരുന്നത്. ഒരാൾ കൂടി മരിച്ചിട്ടുണ്ട്, ഒരു ഭാരതീയൻ കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഈ 5 പേർ, 2 പേർ പാലക്കാട് സ്വദേശികളും അതുപോലെ തന്നെ ബാക്കിയുള്ളവർ പത്തനംതിട്ട, ആലപ്പുഴ സ്വദേശികളുമാണ് എന്ന വിവരമാണ് ലഭ്യമാകുന്നത്. ഈ ഇവിടേക്കുള്ള യാത്രയ്ക്കിടെ ഈ 32 പേരും ഇന്നലെ, അതായത് തിങ്കളാഴ്ചയാണ് ഈ അപകടം സംഭവിക്കുന്നത്. 10-ാം തീയതിയോടുകൂടി, അതായത് ഇന്ന് രാവിലെയോടുകൂടിയാണ് ഖത്തർ എംബസി ഇക്കാര്യങ്ങളെല്ലാം തന്നെ സ്ഥിരീകരിച്ചുകൊണ്ടുള്ള എക്സിലെ പോസ്റ്റുകൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നത്. ഈ അപകടത്തെ തുടർന്നുള്ള തുടർ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. നൈറോബിയിലെയും അതുപോലെ തന്നെ നൈറോബിയിലെയും ഖത്തറിലെയും ഇന്ത്യൻ എംബസികൾ ചേർന്നാണ് തുടർ നടപടികൾ കോർഡിനേറ്റ് ചെയ്യുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യം അനുസരിച്ച് അവിടെ ഒരു ഹോട്ടലിൽ ഇവർക്ക് താമസം അറേഞ്ച് ചെയ്തിരുന്നു. അവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അതിനു മുമ്പ് തന്നെ ഈ അപകടം സംഭവിക്കുകയായിരുന്നു. മഴയിൽ നനഞ്ഞു കുതിർന്ന റോഡിൽ നിന്നും ബസ് തെന്നിമാറി ഒരു മരത്തിലിടിച്ച് മറിയുകയായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 5 പേർ കൊല്ലപ്പെട്ടു, 5 മലയാളികൾ കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. മറ്റൊരാൾ കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന വിവരങ്ങളും ലഭ്യമാകുന്നുണ്ട്. ഇതിൽ 2 പേർ പാലക്കാട് നിന്നുള്ളവരാണെന്ന് സ്ഥിരീകരിക്കപ്പെടുന്നുണ്ട്. മറ്റുള്ളവരെ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. ഖത്തറിലെ ഇന്ത്യൻ എംബസി അതായത് ഖത്തറിലെ തന്നെ പ്രവാസി ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. മരിച്ചവരുടെയും അപകടത്തിൽ പരിക്കേറ്റവരുടെയും സംബന്ധിച്ച വിവരങ്ങൾ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. നീലിമ, ഇപ്പോൾ വരുന്ന വിവരമനുസരിച്ച് പാലക്കാട്, തൃശൂർ, തിരുവല്ല എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് മരിച്ച മലയാളികൾ എന്നാണ് നമുക്ക് പ്രാഥമികമായി അറിയാൻ കഴിയുന്നത്. ഏതായാലും എംബസികൾ ഇക്കാര്യത്തിൽ വളരെ കൃത്യമായ ഇടപെടൽ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിവരങ്ങൾ വളരെ പെട്ടെന്ന് നമുക്ക് ലഭിക്കും എന്നല്ലേ പ്രതീക്ഷിക്കേണ്ടത്? തീർച്ചയായും വിവരങ്ങൾ കൂടുതൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് വൈകുന്നേരത്തോടുകൂടി അല്പസമയത്തിനുള്ളിൽ എംബസിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകാൻ സാധിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. വിനോദയാത്രയ്ക്ക് പോയ ഇവർ സഞ്ചരിച്ച ടൂർ ഓപ്പറേറ്ററുമായി ബന്ധപ്പെട്ട് തുടർ നടപടികളെല്ലാം തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എംബസികൾ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നൈറോബിയിലെ എംബസിയാണ് കെനിയയിലെ വിഷയങ്ങളെല്ലാം തന്നെ കൃത്യമായും കൈകാര്യം ചെയ്യുന്നത്. ഈ അപകടം നടന്ന സ്ഥലത്തെത്തി അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിടത്തെല്ലാം തന്നെ നയതന്ത്ര ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. അവിടെയുള്ള ജീവനക്കാരെല്ലാം എത്തിയിട്ടുണ്ട് എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. വിവരങ്ങൾ ഒന്നൊന്നായി ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. തുടർ വിവരങ്ങൾ ലഭ്യമാകുന്നതിനനുസരിച്ച് കൂടുതൽ കൃത്യമായ വാർത്തകൾ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ 32ഓളം പേർ സഞ്ചരിച്ച വാഹനത്തിൽ 28 പേർ ഭാരതീയരായിരുന്നു. ഇവർ ചേർന്ന ഒരു ഗ്രൂപ്പായി കെനിയയിലേക്ക് വിനോദയാത്ര പോവുകയായിരുന്നു. ഈ വിനോദയാത്രയ്ക്കിടെയാണ് ഈ അപകടമുണ്ടായത്. ഗുരുതരമായൊരു വലിയ അപകടം തന്നെയാണ് ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ അപകടത്തെ തുടർന്നുണ്ടായ നടപടികളും തുടർന്നുണ്ടായ സംഭവവികാസങ്ങളെ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ തുടരുകയാണ്. അപകടത്തെ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങളും തുടരുകയാണ്. ഈ 2 എംബസികളും, കെനിയയിലെയും ഖത്തറിലെയും എംബസികൾ ചേർന്ന് കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാക്കാനുള്ള നീക്കങ്ങൾ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം കൂടുതൽ വിശദാംശങ്ങൾ കൃത്യമായി ലഭ്യമാക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ഐസൺ, കൂടുതൽ അപ്ഡേറ്റ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് വരുന്ന മുറയ്ക്ക് വീണ്ടും ഈ വാർത്തയിലേക്ക് പോകാം. കെനിയയിൽ വാഹനാപകടത്തിൽ 5 മലയാളികൾ മരിച്ചു. തൃശൂർ, പാലക്കാട്, തിരുവല്ല ഭാഗങ്ങളിൽ നിന്നുള്ള മലയാളികളാണ് മരിച്ചത് എന്നാണ് ഏറ്റവും പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ. ഐസൺ ജോസാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.